രാവിലെ മനുവിനൊപ്പം തന്നെ മീനു എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കി. പുറകിലെ പൈപ്പിൽ നിന്നും കയ്യും കഴുകി വരുമ്പോൾ കട്ടൻ ചായക്ക് വെച്ച വെള്ളം തിളച്ചു. അതിൽ പൊടിയും പഞ്ചസാരയും ചേർത്ത് അരിച്ച് 2 കപ്പുകളിൽ ഒഴിച്ചെടുത്ത് സിറ്റൗട്ടിലേക്ക് വന്നു അവൾ. അവിടെ മനു ഓട്ടോ കഴുകുന്നുണ്ടായിരുന്നു. ഉണ്ണിയേട്ടാ വന്നേ, കട്ടൻ കുടിക്കാം. സിറ്റൗട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്ന പടിയിലിരുന്നു മീനു വിളിച്ചു. വരാടാ, കഴിഞ്ഞു. വണ്ടി തുടയ്ക്കുന്ന തുണി പിഴിഞ്ഞ് കുടഞ്ഞ അയൽ വിരിച്ചിട്ട് മനു വന്ന് അവൾക്കരികിലിരുന്ന് കട്ടൻ കയ്യിലെടുത്തു. എന്താ ഉണ്ണിയേട്ടാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? കട്ടൻ വാങ്ങി കയ്യിൽ വെച്ചെന്തോ ആലോചിച്ചിരുന്ന മനുവിന്റെ കാതിൽ വിരൽ കൊണ്ടൊന്ന് തൊട്ട് മീനു തിരക്കി. ഇക്കിളി ആയതുപോലെ മനു കഴുത്തൊന്ന് വെട്ടിച്ച് നാവ് കടിച്ചുകൊണ്ട് മീനുവിനെ നോക്കി. എന്താ ഇത്ര ആലോചന? മീനു വീണ്ടും കുറുമ്പോടെ തിരക്കി. ഞാൻ മുമ്പ് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ പൊടിയേ. എങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്? ദാ ഇതുപോലെ. മനു അവന്റെ പ്രിയപ്പെട്ടവൾക്കൊപ്പം ഇവിടെ ഇരുന്ന് ഇങ്ങനെ കട്ടൻ ഊതി ഊതി കുടിക്കുന്നത്. മനു ഒരു സ്വപ്നത്തിൽ എന്ന പോലെ കട്ടൻ കുടിച്ചുകൊണ്ടാണ് പറയുന്നത്. മീനുവിന്റെ മുഖം മങ്ങിപ്പോയി. ആ സമയം മനുവിന്റെ പ്രിയപ്പെട്ടവൾ വീണേച്ചിയായിരുന്നല്ലോ. ആ ഒരു ചിന്ത പോലും ആ പെണ്ണിന്റെ നെഞ്ചിനെ കീറി മുറിച്ചു കളഞ്ഞു. പൊടിയേ, വേറെ ചിന്ത ഒന്നും വേണ്ടാട്ടോ. ഇവിടെ ഇപ്പോ ഉണ്ണിയേട്ടനും അവന്റെ പൊടിയുമേ ഉള്ളൂ. ഇനി എന്നും അത് മാത്രമേ ഉണ്ടാവൂ. എന്റെ പൊടിക്ക് ദേവ് പറഞ്ഞിട്ട് എല്ലാം അറിയാന്ന് എനിക്കറിയാം. അതൊക്കെ കഴിഞ്ഞതാണ്. എന്റെ കൊച്ചിന്റെ മനസ്സിൽ അതൊന്നും ഒരു കരടായി ഉണ്ടാവരുത് കേട്ടോ. മീനുവിന്റെ വാടിയ മുഖം പിടിച്ചുയർത്തി മനു പറയവേ പതിയെ പോന്നിലാവ് ഉദിച്ച പോലെ ആ മുഖം തെളിഞ്ഞു. ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഇതാണ് ഉണ്ണിയേട്ടന് വേണ്ടത്. താഴിത്തുമ്പിൽ പിടിച്ചുയർത്തിയ മുഖത്തെ ചിരി കണ്ട് മനുവും സന്തോഷത്തോടെ പറഞ്ഞു. എനിക്കറിയാം. മീനു കണ്ണു ചിമ്മി പറഞ്ഞു. എന്തറിയാം എന്റെ പൊടിക്ക്? മനു കപ്പ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് തിരക്കി. ഇത് എന്റെ ഉണ്ണിയേട്ടനാണെന്ന്, എന്റെ മാത്രം ഉണ്ണിയേട്ടനാണെന്ന് മനുവിന്റെ തലമുടി ഒന്ന് ഉലച്ചിട്ട് പറഞ്ഞു. പൊടിയെ, ഉണ്ണിയേട്ട ഒരു കാര്യം പറയട്ടെ. എന്റെ പൊടി നല്ലോണം ആലോചിച്ച് മറുപടി പറയണം കേട്ടോ. അവളുടെ താമരമൊട്ട് പോലെ ഇളം ചുവപ്പ് നിറമുള്ള കാൽപാദം കൈകളിൽ ഒതുക്കിപ്പിടിച്ച് മനു പറഞ്ഞു. ഉണ്ണിയേട്ടൻ പറഞ്ഞോന്നേ. എന്റെ ഉണ്ണിയേട്ടൻ എന്നോട് എന്തേലും പറയാൻ ഇങ്ങനെയൊക്കെ പറയണോ? ഒരു ബാലികാ ചേഷ്ടകളോടെ ചിരിയോടെ തിരക്കുന്ന പെണ്ണിന്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് മനു കണ്ണിമ വയ്ക്കാതെ നോക്കിയിരുന്നു. ഉണ്ണിയേട്ടാ വേഗം പറയ്, എന്താ പറയാനുള്ളത്? എന്നിട്ട് വേണം രാവിലെ കഴിക്കാനുണ്ടാക്കാൻ. തന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന മനുവിനെ തട്ടി വിളിച്ചു മീനു. അത് മാമന്റെ ആ വീട് സ്ഥലവും വിൽക്കുന്ന കാര്യം ദേവു പറഞ്ഞു. പൊടി അറിഞ്ഞില്ലേ? അറിഞ്ഞല്ലോ. പെട്ടെന്ന് വിറ്റാൽ മതിയായിരുന്നു. ദേവു പറഞ്ഞത് വിൽക്കാൻ ഒരുപാട് താമസം ഉണ്ടെന്നാണ്. പുറത്തൊരാൾ വാങ്ങിയാൽ ഒരുപാട് താമസിക്കും. അതുകൊണ്ട് നിന്റെ ഉണ്ണിയേട്ട അതിന് വാങ്ങിയാലോ എന്നാണ്. മീനുവിന്റെ പാദത്തിൽ തലോടി മനു തിരക്കി. അയ്യോ, അതിന് കുറെ കാശ് വേണമെന്ന് ദേവു പറഞ്ഞല്ലോ. അത്രയും കാശൊക്കെ എവിടെ നിന്നുണ്ടാക്കും ഉണ്ണിയേട്ടാ? കണ്ണൊക്കെ വിടർത്തി കുഞ്ഞിപ്പിള്ളേരെ പോലെ മനുവിനെ നോക്കിയിരുന്നു മീനു. അതൊക്കെ ഉണ്ട് പൊടിയെ. ഈ സ്ഥലം അമ്മമ്മ അമ്മയ്ക്ക് കൊടുത്തതാണ്. വീട് വെച്ചത് അച്ഛനും. പിന്നിലെ ആ വീട്, അവിടെയാണ് എന്റെ അമ്മ ജനിച്ചു വളർന്നത്. അത് മാമന്റെ കയ്യിലായിരുന്നുവെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ പുറത്ത് വിറ്റാൽ ഒരിക്കലും അവിടെ ഒന്ന് പോകാൻ പോലും കഴിയൂല. ആ വീട് അങ്ങനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് അത് വാങ്ങിക്കാമെന്ന് കരുതുന്നത്. കാശ് എവിടെ നിന്ന് കിട്ടും ഉണ്ണിയേട്ടാ? കുറെ വേണ്ടേ? വേണം. അച്ഛൻ പണ്ട് കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടിരുന്നു. ഇവിടെ ആർക്കും ആ കാര്യം അറിയില്ലായിരുന്നു. അമ്മ പോകുന്നതിന് മുമ്പാണ് വാങ്ങിയത്. പിന്നെ അച്ഛൻ പോകുന്നതിന് കുറച്ചു മുമ്പാണ് പറഞ്ഞത് അത് വിൽക്കാൻ ഇട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് എന്നെ പഠിപ്പിക്കണം എന്നൊക്കെ. പക്ഷെ ഒന്നും നടന്നില്ല. എന്റെ എക്സാമിന് മുമ്പ് അച്ഛനും പോയി. പിന്നെ എങ്ങനെയോ എക്സാം എഴുതി പാസ്സായി. പക്ഷെ ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാൻ വേണ്ടിയാണ് ബസ്സിൽ പോയി തുടങ്ങിയത്. കിളിയായിട്ട് പതിയെ ഡ്രൈവിംഗ് പഠിച്ചു. ഓട്ടോ ലോണായിട്ടാണ് എടുത്തത്. ഇപ്പൊ അതൊക്കെ തീർന്നു. പിന്നെ 1 വർഷത്തോളം ആയതേ ഉള്ളൂ ആ സ്ഥലം വിറ്റിട്ട്. അതിൽ നിന്ന് കിട്ടിയ പണം മുഴുവൻ ബാങ്കിലുണ്ട്. അതെടുത്ത് ഈ സ്ഥലം വാങ്ങാനാണ് ഉദ്ദേശം. എന്റെ പൊടിക്ക് സമ്മതമാണോ അതിന്? അയ്യോ, എന്നോട് എന്തിനാ ഉണ്ണിയേട്ട ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഇതേക്കുറിച്ചൊന്നും എനിക്കറിയൂല. ഉണ്ണിയേട്ടൻ തന്നെ ആലോചിച്ച് ചെയ്താൽ മതി. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണിയേട്ടൻ വരുമ്പോൾ നമുക്ക് വീട്ടിൽ പോയി അമ്മയോടും കൂടി അഭിപ്രായം ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് മാമനോട് പറയാം ആ സ്ഥലം ഞാൻ വാങ്ങിച്ചോളാം എന്ന്. എന്താ? മീനുവിനെ ഉയർത്തിയെടുത്ത് അടുക്കളയെ കൊണ്ട് നിർത്തി മനു പറഞ്ഞു. അമ്മയോടും പറയൂ? മീനു നിറമിഴിയോടെ അവനോട് തിരക്കി. പിന്നെ പറയണ്ടേ, നമുക്ക് രണ്ടാൾക്കും കൂടെ ആകെയുള്ള അമ്മയല്ലേ. അതിനെന്റെ പൊടി എന്തിനാ കണ്ണു നിറയ്ക്കുന്നത്? മനു ആ കുഞ്ഞിപ്പെണ്ണിന്റെ നെറ്റിയിൽ ചുണ്ടു ചേർത്ത് പറഞ്ഞു. അവിടെ വീട്ടിൽ എന്നോടും എന്റെ അമ്മയോടും ആരും ഒന്നും പറയൂല ഉണ്ണിയേട്ടാ. ആരും ഞങ്ങളെ ആ വീട്ടിലെ അംഗങ്ങളായി കണ്ടിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. അന്ന് ശാലി ചേച്ചിയെ കാണാൻ അനുചേട്ടൻ വന്നപ്പോൾ ചായ ഇടാനും പലഹാരം എടുത്തു വെക്കാനും പറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് പെണ്ണ് കാണലാണെന്ന്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും അവസാനം ഞങ്ങൾ അറിഞ്ഞത്. പിങ്ങലടക്കി മീനു പറഞ്ഞു. എന്റെ പെണ്ണേ, ഇനി നിനക്ക് ഞാനില്ലേ? അവളെ നെഞ്ചോരം ചേർത്ത് മനു ആ കണ്ണുകളിൽ ചുണ്ടു ചേർത്തു. വിതുമ്പിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കി മീനു. എന്താടാ, എന്താ എന്റെ പൊടിക്ക് ചോദിക്കാനുള്ളത്?
അവളുടെ മൂക്കിൽ മൂക്കുരസി മനു ചോദിച്ചു. അച്ഛൻ അമ്മയെ തല്ലും പോലെ ഉണ്ണിയേട്ട എന്നെ തല്ലുവോ? നിമിഷ നേരം കൊണ്ട് കണ്ണുകൾ ചുരുക്കി മുഖം കൂർപ്പിച്ച് മീനു ചോദിച്ചു. എന്റെ പൊടിക്ക് എന്തു തോന്നുന്നു, തല്ലുമെന്നോ ഇല്ലെന്നോ? അവളുടെ തലമുടിയൊക്കെ മാടി ഒതുക്കി വെച്ചു കൊടുത്തു മനു. അതില്ലേ ഉണ്ണിയേട്ടൻ ഏട്ടന്റെ പൊടിയെ നോവിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു, അങ്ങനെയല്ലേ? മനുവിന്റെ നെഞ്ചിൽ കവിൽ ചേർത്ത് വെച്ച് മീനു ചോദിച്ചു. അപ്പൊ എന്റെ പൊടിക്ക് അറിയാം ഉണ്ണിയേട്ട എന്റെ കുഞ്ഞിപ്പെണ്ണിനെ നോവിക്കൂല എന്ന്. മീനുവിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. മീനു അങ്ങനെ തന്നെ നിന്ന് മോളി. പൊടിയെ, ഇന്ന് 8 മണിക്കൂർ ഓട്ടം ഉണ്ടടാ കുഞ്ഞെ, എങ്ങനെ നിന്നാൽ ഉണ്ണിയേട്ട എന്ന് പോകൂല. മീനുന്റെ മുഖം പിടിച്ചുയർത്തി മനു പറഞ്ഞു. അയ്യോ, ഉണ്ണിയേട്ടൻ പോയി റെഡിയായി വായോ, ഞാൻ കഴിക്കാനുണ്ടാക്കാം. എന്താ ഉണ്ടാക്കുന്നത്? ഞാൻ കൂടെ സഹായിക്കാം. മനു അവളോട് പറഞ്ഞു. വേണ്ട പൊയ്ക്കോ, ഇതൊക്കെ ഉണ്ണിയേട്ടന്റെ പൊടി ചെയ്തോളാം. മനുവിനെ ഉന്തിത്തള്ളി അടുക്കളയിൽ നിന്ന് പുറത്താക്കിയിട്ട് മീനു പുട്ടിന് പൊടിയെടുത്ത് നനച്ചു വെച്ചത് എടുത്തു നോക്കി. പാകത്തിനായിട്ടുണ്ട്. കുക്കറിൽ പയർ വേവിക്കാൻ വെച്ചു. ഒപ്പം പപ്പടവും വറുത്തെടുത്തു. അത് കഴിഞ്ഞതും പുട്ടുണ്ടാക്കി, ചായയും വെച്ചു. പൊടിയെ, ഞാൻ പോയിട്ട് വരാം, ധൃതി വെക്കണ്ട, കായൊന്നും പൊള്ളിക്കല്ലേ കുഞ്ഞേ. മനു റെഡിയായി വന്നിട്ട് പറഞ്ഞു. എല്ലാം ആയിട്ടുണ്ട്, ഉണ്ണിയേട്ട അങ്ങോട്ട് ഇരുന്നേ. പുട്ടും പയറും പപ്പടവും ചായയും കൂടെ പഴവും കൊണ്ടുവച്ചു മീനു. കഴിച്ചു നോക്കിയ ഉണ്ണിയേട്ട. പ്ലേറ്റ് എടുത്ത് എല്ലാം എടുത്ത് അവന് മുന്നിലേക്ക് നീക്കി വെച്ച് മീനു പറഞ്ഞു. പയറും പപ്പടവും പുട്ടും ചേർത്ത് കുഴച്ച് ആദ്യ ഉരുള മനു മീനുവിന്റെ നേരെ നീട്ടി. നിറഞ്ഞ സന്തോഷത്തോടെ മീനു വായ തുറന്ന് അത് സ്വീകരിച്ചു. കൊള്ളാമോ ഉണ്ണിയേട്ട? മീനു വായിലുള്ളത് കഴിക്കുമ്പോൾ വീണ്ടും ചോദിച്ചു. കൊള്ളാലോ, അല്ലെങ്കിൽ എന്റെ പൊടി എന്തുണ്ടാക്കിയാലും പൊളിയല്ലേ? വേറെ പാത്രത്തിൽ വിളമ്പാൻ സമ്മതിക്കാതെ മനു തന്നെ മീനുവിന് വാരിക്കൊടുത്തു. അച്ഛനിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഒക്കെ അവൾ ഇതുപോലെയുള്ള കരുതൽ കൊതിച്ചിരുന്നു എന്ന് മനുവിന് അവളുടെ ഓരോ വാക്കിലും മനസ്സിലായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ചോറൊക്കെ ഉണ്ടാക്കി വെക്കാവേ ഉണ്ണിയേട്ടാ? മനു അവളെ ചേർത്ത് പിടിച്ച് ഓട്ടയ്ക്കടുത്തേക്ക് നടക്കുമ്പോൾ മീനു പറഞ്ഞു. ശ്രദ്ധിക്കണേ പൊടി, ചെറുതായി എന്തേലും ഉണ്ടാക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ചുണ്ടാക്കാം. മനു അവളുടെ നെറ്റി ചുണ്ടു ചേർത്ത് പറഞ്ഞു. അയ്യേ, പോയി ഉണ്ണിയേട്ടാ, എനിക്ക് തനിയെ എല്ലാം ചെയ്യണം. ഉണ്ണിയേട്ടൻ വരുമ്പോ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ഈ മീനാക്ഷി. ഇട്ടിരുന്ന ബനിയന്റെ കോളറൊന്ന് ഉയർത്തി കാണിച്ച് മീനു പറഞ്ഞു. എന്നാൽ എന്റെ പൊടി ചെന്ന് കൈയും കാലും ഒന്നും പൊള്ളിക്കാതെ ഉണ്ണിയേട്ടന് ചോറും കറിയും ഉണ്ടാക്കിക്കോ. മുൻവാതിൽ അടച്ച് കുറ്റിയിടണേ പൊടി. മീനുവിന്റെ നെറ്റിയിൽ ഒന്നുകൂടി ചുണ്ടു ചേർത്ത് പറഞ്ഞിട്ട് മനു ഓട്ടോ പുറത്തേക്ക് ഓടിച്ചു പോയി. മീനു മുറ്റത്ത് നിന്ന് ദേവുവിന്റെ വീട്ടിലേക്ക് നേർക്ക് ഒന്ന് നോക്കി. പുറത്തൊന്നും ആരെയും കണ്ടില്ല. മിക്കവാറും ദേവു ഉണർന്നിട്ടുണ്ടാവില്ല. മീനു ഓർത്ത് ചിരിച്ചുകൊണ്ട് വീടിനുള്ളിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി. ആദ്യം സിങ്കിൽ കിടന്ന പാത്രങ്ങൾ കഴുകി ഒതുക്കി. പിന്നെ ഫ്രിഡ്ജിൽ നിന്നും ഉച്ചയ്ക്ക് കറി വെക്കാൻ ആവശ്യമായ പച്ചക്കറി എടുത്ത് പുറത്തു വെച്ചു. എന്തുവാടി മീനുവേ അടുക്കള പരിപാടി? പിന്നാമ്പുറത്തെ തിണ്ണയിലിരുന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പയർ നന്നാക്കുന്ന മീനുവിന്റെ അടുത്ത് വന്നിരുന്ന് ദേവു ചോദിച്ചു. ഓ, എഴുന്നേറ്റോ ഉറക്കപ്രാന്തി? ഇത്തിരി മുമ്പ് ഞാൻ നോക്കിയിട്ട് അവിടെ ആരെയും കണ്ടില്ലായിരുന്നു ദേവു. മീനു പയർ ശരിയാക്കി മാറ്റിയിട്ട് സാമ്പാറിന്റെ കഷ്ണങ്ങൾ നുറുക്കാൻ എടുത്തുകൊണ്ട് പറഞ്ഞു. മീനു ചോറും കറികളും ഒക്കെ റെഡിയാക്കുമ്പോൾ കൂടെ തന്നെ ദേവുവും നിന്നു. അപ്പോഴൊക്കെ സ്ഥലം മനു വാങ്ങുമെന്ന് പറയാൻ അവൾക്ക് തോന്നിയെങ്കിലും അവസാനം പിന്നീട് മനു തന്നെ പറയട്ടെ എന്ന് തീരുമാനിച്ചു അവൾ. ഡേ, മീൻ വാങ്ങിക്കൊണ്ടുവരാൻ നീ മനുവേട്ടനോട് പറയാത്തതെന്താ? ഏട്ടന് മീൻ ഭയങ്കര ഇഷ്ടമാടി. മീനു തയ്യാറാക്കി പാത്രങ്ങളിൽ മാറ്റിവെക്കുന്ന സാമ്പാറും മെഴുക്കുപുരട്ടിയും പപ്പടവും കണ്ടിട്ട് ദേവു പറഞ്ഞു. ആണോ? ഉണ്ണിയേട്ടന് ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കൊണ്ട് വരാൻ പറയാം. മീനു അച്ചാർ കൂടെ കൊണ്ടുവച്ചിട്ട് അടുക്കള തുടച്ചു തുടങ്ങി. അതിന് മനുവേട്ടൻ മീൻ വാങ്ങിയാൽ നിനക്ക് ക്ലീൻ ചെയ്യാനോ ഉണ്ടാക്കാനോ ഒക്കെ അറിയുമോ മീനു? അതൊക്കെ ഒരുവിധം അറിയാം, പക്ഷെ ഈ പച്ചക്കറി വെക്കും പോലെ അത്ര ശരിയാവോ എന്ന് അറിയൂല. മീനു പറയുന്നത് കേൾക്കെ ദേവു കണ്ണും മിഴിച്ചു നിന്നു. എന്താടി ഇങ്ങനെ നോക്കുന്നത്? മീനു ദേവുവിന്റെ തലയിലൊന്ന് കൊട്ടി. നിനക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നടി? എനിക്കാണെങ്കിൽ നന്നായിട്ടൊരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ല, ദേവു വല്ലായ്മയോടെ പറഞ്ഞു. എന്റെ ദേവു, ഇത് പഠിക്കാനൊന്നുമില്ല. അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഞാനും അടുത്ത് തന്നെ ഉണ്ടാവും. വേറെ എവിടെയും എനിക്ക് പ്രവേശനം ഇല്ലല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് അടുത്ത് തന്നെ കാണും ഞാൻ. അങ്ങനെ ആ സമയം അമ്മ ചെയ്യുന്ന ഓരോന്നും കണ്ടുപഠിച്ച് ചെയ്തു തുടങ്ങി. മീനു ചിരിയോടെയാണ് പറയുന്നതെങ്കിലും അന്നൊക്കെ നടന്ന ഓരോ സംഭവങ്ങളും അവളുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. നീതാ, അതേന്ന് വല്ലതും എടുത്ത് കഴിച്ചിട്ട് അവിടെ ഇരുന്നു. ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ വരാം, വന്നിട്ട് നമുക്ക് പഠിക്കാം, എന്താ? ദേവുവിന്റെ മുന്നിൽ മനു വാങ്ങിക്കൊണ്ടുവന്ന ബേക്കറി പലഹാരം വെച്ചിരുന്ന പാത്രം എടുത്തു കൊടുത്തിട്ട് മീനു കുളിക്കാൻ കയറി. ഓ, എനിക്ക് ഈ പാചകമൊക്കെ പഠിക്കണം, എന്നിട്ട് വേണം വിനീത മേഡത്തെ ഒന്ന് ഞെട്ടിക്കാൻ. പിന്നെ നീയും നിന്റെ ചേച്ചി ഞൊട്ടിക്കും. നീയൊക്കെ ഒരു ഗ്ലാസ് ചായ ഇട്ട് തന്ന് കുടിക്കാം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. ആ കൊച്ചെവിടെ പെണ്ണെ, അവൾ എന്നെ ഞെട്ടിക്കാൻ നടക്കുന്നു. ദേവു ആത്മകഥിച്ചത് കേട്ട് വന്ന വിനീത അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അല്ലെങ്കിലും അമ്മയ്ക്ക് എന്നെ ഒരു പുച്ഛമാണല്ലോ, ചുണ്ടുകൊട്ടിക്കൊണ്ട് ദേവു പറഞ്ഞു. ആന്റി എപ്പോഴാ വന്നേ? കുളിച്ച് തലയിൽ തോർത്ത് ചുറ്റിവെച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്ന മീനു ചോദിച്ചു. ദാ വന്നതേ ഉള്ളൂ. മാമനെ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു മനു വിളിച്ചിരുന്നു, അങ്ങനെ വന്നതാണ്. മാമനും മനു ഇപ്പൊ വരും. വിനീത മീനുന്റെ തലയിലെ തോർത്തഴിച്ചെടുത്ത് തലമുടി തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആന്റി ഇരിക്ക്, ഞാനിപ്പോ വരാം. മീനു അടുക്കളയിൽ പോയി. പിന്നാലെ വിനീതയും ചെന്നു.
അവിടുത്തെ വൃത്തിയും ഫുഡുണ്ടാക്കി വെച്ചതൊക്കെ കണ്ട് അത്ഭുതം തോന്നി അവൾക്ക്. ഒരു 18കാരിക്ക് ഇത്രയും പക്വതയും അടുക്കും ചിട്ടയും ഒക്കെ കാണൂ? 24 വയസ്സുള്ള വീണ പോലും ഇന്ന് തന്റെ കൂടെ നിന്ന് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു എന്നല്ലാതെ ഒരു ജോലിയും വൃത്തിയോടെ ചെയ്യില്ല, ചെയ്യാൻ അറിയുകയുമില്ല. ആന്റി വായോ, നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാം. ഓരോന്നും നോക്കി ചിന്തയോടെ നിന്ന വിനീതയെ മീനു വിളിച്ചു. പോവാ മോള് വാ. മീനു ഒഴിച്ചു വെച്ച നാരങ്ങ വെള്ളം എടുത്തിട്ട് വിനീത വീണ്ടും ചുറ്റിനും നോക്കി. നാരങ്ങ പിഴിഞ്ഞെടുത്ത പാത്രവും വലിയ കപ്പും ഒക്കെ കഴുകി ഗ്രാനൈറ്റ് സ്ലാബിൽ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. വാ ആന്റി. മീനു വിനീതയും കൂട്ടി ദേവുവിന്റെ അരികിൽ വന്നിരുന്നു. ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം അവൾക്കും കൊടുത്തു മീനു. ഓ, ഞാൻ കരുതി മാതാശ്രീ വന്നതുകൊണ്ട് ഈ നാരങ്ങ വെള്ളം എടുക്കാൻ ഞാൻ അങ്ങോട്ട് വരേണ്ടി വരുമെന്ന്. വിനീതയെ നോക്കി കണ്ണു തുറപ്പിച്ചിട്ട് മീനുവിനെ നോക്കി കണ്ണു ചിമ്മി ദേവു. മീനുവിന് ഈ പാചകവും വീട് ഒതുക്കുന്നതും ഒക്കെ ആരാ പഠിപ്പിച്ചു തന്നത്? കൗതുകത്തോടെ ആ കുഞ്ഞു മുഖത്തേക്കും മുടി വിടർത്തിയിടുന്ന കുഞ്ഞു കൈകളിൽ നോക്കി വിനീത ചോദിച്ചു. പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ചിട്ടില്ല ആന്റി, അമ്മ ചെയ്യുന്നതൊക്കെ കണ്ടു പഠിച്ചതാണ്. കുറച്ചു മുന്നേ ദേവു ഇപ്പൊ വിനീതയും അത്ഭുതത്തോടെ ചോദിക്കുന്നത് കേട്ട് വല്ലായ്മയോടെ മീനു പറഞ്ഞു. ശരിയാ, ഇതൊക്കെ ചെറിയ പ്രായത്തിലെ കണ്ടു പഠിക്കുന്നതാണ് നല്ലത്. അതിനൊക്കെ ഒന്നും ചെയ്യാൻ അറിയില്ല. അടുത്തിരുന്ന് ദേവുവിന്റെ കൈക്ക് ഒരു തട്ടു കൊടുത്തു വിനീത. ഈ അമ്മ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് ഞാൻ മുറ്റം തൂത്തു, പാത്രം കഴുകി, അതേക്കുറിച്ച് എന്തെങ്കിലും അമ്മ പറഞ്ഞോ? ശരിയാണ്, എന്റെ മോള് മുറ്റം തൂത്തു, എന്നിട്ട് ആ ചപ്പും ചവറും കത്തിക്കാൻ ഞാൻ പോയി. അതുപോലെ പാത്രം കഴുകി, എന്നിട്ട് ചായപാത്രവും പുട്ടുകുറ്റിയും കഴുകാൻ പിന്നാലെ ഞാൻ വരേണ്ടി വന്നു. വിനീത പറയുന്നത് കേട്ട് മീനു ദേവുവിനെ നോക്കി ആണോ എന്നതുപോലെ. അത് പിന്നെ എന്റെ മീനുവേ, കാര്യം എന്താണെന്നറിയോ? പാല് കരിഞ്ഞ് ആ പാത്രം കഴുകി വൃത്തിയാക്കാൻ ഇത്തിരി പാടാണ്. അതുപോലെ പുട്ടുകുറ്റി മാവ് ഉണങ്ങി പിടിച്ചിരുന്നു, അതുകൊണ്ട് കുതിരാൻ വെച്ചതാണ് ഞാൻ. അല്ലാതെ അമ്മ പറയും പോലെ എനിക്ക് മടിയൊന്നുമില്ല. ദേവു സങ്കടം ഭാവിച്ച് മീനുവിനോട് പറഞ്ഞു. മീനു ഇരുവരുടെയും വർത്തമാനവും നോക്കി ചിരിയോടെ ഇരുന്നു. നിന്റെ അച്ഛനിത് എവിടെ പോയി പെണ്ണേ? ഞങ്ങൾ ഇപ്പൊ വരും, നീ ഇപ്പുറത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ഞാൻ പോവാ, മീൻ വറുക്ക മുളക് പുരട്ടി വെച്ചിട്ടേ ഉള്ളൂ. വിനീത ദേവുവിനോടും മീനുവിനോടുമായി പറഞ്ഞിട്ട് എഴുന്നേറ്റു. ആ സമയം തന്നെ മനുവും രമേശനും ഓട്ടോയിൽ വന്നിറങ്ങി. ദേ, ഉണ്ണിയേട്ടൻ വന്നല്ലോ, മീനു ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. മനുവും രമേശനും വീടിനുള്ളിൽ കയറി വരുമ്പോൾ മനു മീനുവിനെ നോക്കി കണ്ണ് ചിമ്മുന്നതും അവളുടെ മുഖം പൂ പോലെ വിടരുന്നതും ഒക്കെ വിനീത ഒട്ടൊരു അത്ഭുതത്തോടെ നോക്കി നിന്നു. എവിടെയോ ഒരു നഷ്ടബോധം. വീണ മനുവിനെ വേണ്ടാന്ന് വെക്കേണ്ടിയിരുന്നില്ല. സ്നേഹവും കരുണയും അലിവും ഒക്കെയുള്ള ഇവനെ വേണ്ടാന്ന് വെച്ചിട്ട് അവൾ എന്താണ് നേടാൻ പോകുന്നത്? ഒരു നീർക്കനിശ്വാസത്തോടെ വിനീത രമേശിന്റെ അരികിലിരുന്നു. ഇതിനിടെ മീനും മനുവിനും രമേശിനും കുടിക്കാനും കൊടുത്തു. എന്താടാ പറയാനുണ്ട്? വീട്ടിൽ വന്നിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്താ മിണ്ടാതിരിക്കുന്നത്? നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഒന്നും പറയാതിരിക്കുന്ന മനുവിനോട് രമേശൻ ചോദിച്ചു. വേറെ ഒന്നുമല്ല മാമ, ആ സ്ഥലത്തിന് ആളായോ? ഇല്ലടാ, അതത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നില്ല, രമേശൻ നിരാശയോടെ പറഞ്ഞു. എനിക്ക് ആ വീടും സ്ഥലവും തരാൻ മാമൻ തയ്യാറാണോ? മനു സാവധാനം അയാളോട് ചോദിച്ചു. നീ എന്താ മനു, എന്നെ കളിയാക്കുവാണോ? രമേശ ഇത്തിരി ദേഷ്യത്തിൽ അവനെ നോക്കി. അയാളുടെ ദേഷ്യം കാണാൻ മീനു പേടിയോടെ മനുവിന്റെ അടുത്തേക്ക് വന്നു. വിനീതയും ദേഷ്യത്തോടെ മനുവിനെ നോക്കി. ഞാൻ ആരെയും കളിയാക്കിയതൊന്നുമില്ല, കാര്യമായി ചോദിച്ചതാണ്. പിന്നെ മാമൻ ചോദിച്ച 40 ലക്ഷമൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഒറ്റ വില 30 ലക്ഷം. പിന്നെ ഇപ്പൊ മാമനൊന്നും പറയണ്ട, വീട്ടിൽ പോയി നല്ലോണം ആലോചിച്ച് ഒരു മറുപടി പറഞ്ഞാൽ മതി. മനു കാര്യങ്ങൾ പറഞ്ഞു തീർത്തതുപോലെ അവരെ നോക്കിയിരുന്നു. ദേവു അന്തം വിട്ട് മീനുവിനെയും മനുവിനെയും നോക്കി. എന്നാൽ ആ നോട്ടത്തിൽ സ്നേഹവും അതുപോലെ സന്തോഷവും നിറഞ്ഞിരുന്നു. ഞാനൊന്ന് ആലോചിച്ച് പറയാം മനു. സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് രമേശൻ പറഞ്ഞു. കൂടെ തന്നെ വല്ലായ്മയോടെ വിനീതയും എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. നീ ഇപ്പൊ പോകണ്ട, ചോറ് കഴിച്ചിട്ട് പോയാൽ മതി. അവരുടെ ഒപ്പം തന്നെ ചാടിപ്പിടിഞ്ഞ് എഴുന്നേറ്റ് പോകാൻ ഇറങ്ങിയ ദേവുവിനെ കയ്യിൽ പിടിച്ചു നിർത്തി മീനു. എടി, ഞാൻ പോയി എന്താ അവിടുത്തെ സംസാരം എന്നൊക്കെ നോക്കിയിട്ട് വരാം. അതെന്റെ അമ്മ സത്യത്തിൽ പാവാണ്, എങ്കിലും ഒരിത്തിരി അത്യാഗ്രഹം കൂടുതലുള്ള ഇനമാണ്. അതുകൊണ്ട് ഞാൻ പോയി നോക്കട്ടെ തീരുമാനം എന്താണെന്ന്. വേണ്ട, മര്യാദയ്ക്ക് കഴിച്ചിട്ട് പോയാൽ മതി. മീനു ദേവു പറഞ്ഞത് കേൾക്കാതെ വീണ്ടും പറഞ്ഞു. മനുവേട്ട, ഏട്ടൻ അറിയൂലേ എനിക്ക് പച്ചക്കറി പറ്റൂല എന്ന്? തിരുവോണത്തിന് പോലും ഇറച്ചിയോ മീനോ ഇല്ലാതെ എനിക്കൊന്നും തിന്നാൻ പറ്റൂല എന്ന് നിങ്ങളുടെ പൊടിക്കുഞ്ഞിനോടൊന്ന് പറയും മനുഷ്യ. ദേവു മീനുവിന്റെ പിടി വിടുവിച്ച് പുറത്തേക്ക് ഓടിക്കൊണ്ട് പറഞ്ഞു. പൊടിയെ വിട്ടേക്ക്, അവൾ പറഞ്ഞത് സത്യമാണ്. മീനുവിനെ ചേർത്ത് പിടിച്ച് മനു പറഞ്ഞു. എന്നാലും ഇത്തിരി കഴിക്കാമായിരുന്നു അവൾക്ക്. മീനുവിന് ദേവു കഴിക്കാതെ പോയതിൽ വിഷമം തോന്നി. നമുക്ക് മീനൊക്കെ വാങ്ങിയിട്ട് അവളെ കഴിക്കാൻ വിളിക്കാം. വീട്ടിൽ പോകണ്ടേ? വേഗം വിളമ്പിക്കോ, ഞാൻ ഇപ്പൊ വരാം. മനു മുറിയിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. മീനു വേഗം പോയി ചോറും കറികളും ഒക്കെ വിളമ്പി വെച്ച് കുടിക്കാൻ വെള്ളവും ഒഴിച്ചു വെച്ചത് മനു വന്ന് പതിവ് പോലെ അവൻ വാരിക്കൊടുത്തു മീനുവിന്. കൂടെ കഴിക്കുമ്പോൾ മനുവിനും വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞിരുന്നു. വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ബേക്കറിയിൽ ബൈക്ക് നിർത്തി മനു മീനുവിനോട് ചോദിച്ചു. തുളസിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാനും മറന്നില്ല. ഉണ്ണിയേട്ടാ, മനുവിന്റെ പിന്നിൽ അവന്റെ ദേഹത്ത് ചാഞ്ഞിരുന്നു മീനു വിളിച്ചു. പറഞ്ഞോടി, നിനക്ക് എന്താ പറയാനുള്ളത്? പറയാനല്ല, ചോദിക്കാനാണുള്ളത്, കൊഞ്ചലോടെ മീനു പറഞ്ഞു. എന്നാൽ ചോദിക്കടി,
തന്റെ വയറ് ചുറ്റിപ്പിടിച്ചിരിക്കുന്ന മീനുവിന്റെ കൈ പിടിച്ച് ചുണ്ടോട് ചേർത്ത് മനു പറഞ്ഞു. ഉണ്ണിയേട്ടന്റെ പൊടിയോട് എത്ര സ്നേഹമുണ്ട്. അവന്റെ മുതുകിൽ മുതുചേർത്തിരുന്ന് മീനു തിരക്കി. അതിപ്പോ ഞാൻ എന്താ പറയണ്ടേ? എനിക്കെന്റെ പൊടിയെയുള്ള സ്നേഹത്തിന് അളവില്ല, പറയാനോ അറിയില്ല. വീണ്ടും അക്കയിൽ ചുംബിച്ചു മനു പറഞ്ഞു.